ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു സർപ്രൈസ്, അതായത് ഒരു 13-14 രണ്ടാഴ്ചക്ക് മുമ്പുള്ളൊരു വീഡിയോക്ക് നമ്മൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമ്മളിവിടെ തന്നെ ആൾക്കാരെ മൊത്തം അങ്ങോട്ട് ഓടിച്ചിടാ, അതായത് ക്യാമറ അഞ്ച് പേടിച്ച് ഓടിച്ചിടാ ഷോട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ലാസ്റ്റ് വീഡിയോത്തിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഒരു കുരുട്ടുണ്ടായിരുന്നു. കുരുട്ടിനെ അറിയാം എന്താ സംഭവം എന്ന്. കുരുട്ടിൻ്റെ കൂടെ ഉണ്ട്, കുരുട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. സോ സർപ്രൈസ് ഈസ് ഒരു സാധനം ഇതാണ് കേസ്. മേരാ ഗാഡി ഹേ താക്കോൽ. കാണിക്കണ വണ്ടി അങ്ങോട്ട് പോണാ. അതെ കേസ്, അസുലഭ നിമിഷത്തിൽ ഞാനൊരു പുതിയ വണ്ടി എടുത്തിരിക്കുന്നു. ഇതാണ് യൂണിക്കോൺ 2010 മോഡൽ മൈ ബൈക്ക് ഗൈസ്. അങ്ങനെ നമ്മൾ ശരിക്കും ഒരു വണ്ടി എടുക്കാനുള്ള ഒരു ബഡ്ജറ്റൊന്നും എൻ്റെ ഉണ്ടായില്ല, പക്ഷെ ഞാൻ എടുത്തു. ഒരു വണ്ടി എടുക്കാനുള്ള ആളെ അങ്ങനത്തെ ഒരു ആളെ അല്ലല്ലേ, നമ്മളൊരു മിഡിൽ ക്ലാസ് ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ എടുക്കാൻ പറ്റും ഗൈസ്. നമ്മളൊന്ന് ആത്മാർത്ഥത്തിൽ ട്രൈ ചെയ്ത് വണ്ടിയൊക്കെ എടുത്ത് പടപടാന്ന് വരും. അല്ല നെസ്സുനെ, എങ്ങനെയുണ്ട് എൻ്റെ സർപ്രൈസ് നെസ്സുനെ? എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുക്കാൻ പോണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ സബീലിൻ്റെ വീഡിയോ FC അത് എയർപോർട്ടിൽ വെച്ചെടുത്ത അതിൻ്റെ വീഡിയോ എടുത്ത് അത് നമ്മൾ ചായക്കടയിൽ നമ്മൾ പരിചയിച്ചത്. ഇന്ന് നമ്മൾ ഇവനെ കൊണ്ട് വന്നു, അന്ന് നമ്മൾ അവനെ കൊണ്ട് വന്നു. അത്ര വ്യത്യാസമുള്ളൂ. താങ്കൾക്ക് ഞാൻ വണ്ടി എടുത്ത നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? വണ്ടിയിൽ ഓടിച്ചിട്ട് സാധനം കണ്ടുണ്ട്. നീ ഹെൽമെറ്റ് വെച്ച് നോക്കട്ടെ ലുക്ക് നോക്കട്ടെ. റൈഡർ ഇത് പിടിച്ചേ ആ താക്കോലിട്ട് ഓണാക്കല്ലേട്ടാ. ഓടിച്ചേ, മറ്റേ ഇങ്ങനെ പിടിച്ചേ 2 കൈ പിടിച്ചേ. ഓ എൻ്റെ മോനെ. അപ്പോൾ കേസ്, നമ്മൾ ഇവിടെ ജിബിനാസ് കഫേയിൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അതിൻ്റെ പൊക്കത്തിരുന്ന് നമ്മൾ ചായ കുടിക്കുമ്പോൾ മറ്റേ ഇത് എയർപോർട്ടാണ്. അത് വേറെ കാര്യം, ഇത് പിന്നെ എയർപോർട്ടാണ്. ഓക്കെ, ഇവിടെ ഒരു പ്ലെയിൻ അങ്ങോട്ട് പോകുള്ളൂ. നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നിപ്പോൾ ചായ കുടിച്ച പ്ലെയിനാണ് പിടിക്കാം. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന ചടങ്ങിലേക്ക് എടുക്കാൻ പോണ്. അപ്പോൾ ഗീസ്, നിങ്ങൾ ഒരു കാര്യം നടക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നാൽ നടക്കില്ല, പക്ഷെ നടക്കും വിചാരിച്ചാൽ അത്രേ ഉള്ളൂ. അപ്പോൾ ചായ കുടിക്കാൻ പോവാം. ഉദ്ഘാടനം ഒന്നല്ല കേട്ടോ, ഇത് ചേർക്കാൻ സെൻട്രൽ സ്ഥലം ഇരിക്കണതുകൊണ്ട് ധൈര്യമായിട്ട് കൊടുക്കാം. അത് വേണ്ട പെട്രോൾ നെഹി, അത് നീ ആലോചിക്കണം. എങ്ങനെയുണ്ട്? എന്തായാലും ഗേസ്, നമ്മുടെ നാറൂട്ടോ കിച്ചൺ ഇരിക്കുന്നു ഗേസ്. എടാ അത് കിക്കറടാ, സെൽഫ് അടിക്കില്ലേ? എടാ നീ അങ്ങനെ അടിച്ച കിക്കർ അടിക്കൂല. കഴിഞ്ഞ പിന്നെ മാറി. അവനിപ്പോ ട്രൈ ചെയ്യുന്നടാ. ചെറുക്ക ബുള്ളറ്റല്ലേ അത് യൂണിക്കോണത്. ഇവിടെ പയ്യന്മാരൊക്കെ സെറ്റല്ലേ? എന്ത് തോന്നണ്? ഒന്ന് ഓടിച്ചു നോക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? എന്നാ ബുപ്പടിക്ക്. ഹലോ മൈ ഗൂയ്സ്, നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ സോനാനെ കൊണ്ടുപോയി കാണിക്കാൻ പോയി ഗൈസ്. അപ്പോൾ സോന റിയേഷൻ കണ്ടിട്ടൊരു ഗൂയ്സ്. ഓക്കെ ആ സോന നമ്മുടെ വണ്ടിയാണ്. സോന
സോന വരുന്നു. സോന മൈ വണ്ടി കണ്ടു സോന. ഇതാണ് വണ്ടി. അയ്യോ ഇതാണ് വണ്ടി. സോന പുതിയ വണ്ടി എടുത്തതിന് എന്താ അഭിപ്രായം? അവിടെ തിരിച്ച് വണ്ടി ഓടും, ഇവിടെ തിരിച്ചല്ലേ വണ്ടി ഓടുള്ളൂ. സോന വണ്ടി കുറിച്ച് എന്താ അഭിപ്രായം? കറുത്ത വണ്ടിയാണ്, താക്കോലുണ്ട്, മീറ്റർ ഉണ്ട്, ലൈറ്റ് ഉണ്ട്. എന്തിന്റെ ഇത് വണ്ടിക്ക് മൊത്തം ചെലവടി പെട്രോൾ അടിക്കാൻ. ശേഷം ഇരുചക്ര വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുന്ന 2 യുവാക്കളെ ക്യാമറ പൊക്കി തത്സമയം കണ്ടുമുട്ടിയിരിക്കുന്നു. ഹേ ഗായ്സ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എയർപോർട്ട് ആൻഡ് എവിടെ റെയിൽ പാലം. അതെ, അതിൽ കൂടിയാണ് ട്രെയിൻ പോകുന്നത്. ആണോടാ? ഇതിൽ കൂടിയാണ് വണ്ടി പോകുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി, യൂണിക്കോൺ. ഗൈസ്, വണ്ടിക്ക് പറ്റിയ പേര് നിങ്ങൾ പറയൂ. നീ ഒരു പേര് പറ നമ്മുടെ വണ്ടിക്ക് പറ്റിയ. പോളായിരുന്നു. ഗൈസ്, അവിടെ ഒരു അമ്പിളിമാവൻ അറ്റത്ത്. ഇതാ നമ്മൾ കാണുന്നു ഒരു എയർപോർട്ട്. ഇനി നമ്മൾ പ്ലെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് അവിടെ ഒരു സൂര്യൻ ഉദിച്ചു അസ്തമിക്കുന്നു. എന്തിനീ പ്ലെയിൻ്റെ? എന്നാ നിനക്ക് അവിടെ നിന്ന് എടുത്തുകൂടാ നമുക്ക്? അതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ ജിബിനാസ് കഫേയിൽ പോയപ്പോൾ എന്ത് സംഭവിച്ചു കുട്ടി? പൂട്ടിയിരിക്കുന്നു. വീണ്ടും അടപ്പെടലും മൂഞ്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പലചരക്ക് കടയിൽ നിന്ന് കുപ്പിവെള്ളം വാങ്ങിച്ചു അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി പോകുന്ന വഴിക്ക് എങ്ങാനും ചായ കുടിക്കുന്ന കടയുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചായ കുടിക്കും. നമ്മളിങ്ങനെ ഫോണിൽ ക്യാമറ എടുത്തുമ്പോൾ ആൾക്കാരുകൾ നോക്കുന്നത് വ്ളോഗർ, ഹലോ വ്ളോഗർ, ഹലോ വ്ളോഗർ, വ്ളോഗർ. ഇവൻ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, ഹലോ മൈ ഡിയർ ഗൂയ്സ്, മര്യാദ വയ്ക്കട്ടെ. സോ നമ്മൾ വണ്ടി എടുത്തൊരു കഥയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിനക്കറിയാം ഞാൻ വണ്ടി എടുത്ത കഥയെ കുറിച്ച്? എന്താ കഥ? എന്ത്? നീ ഇത് ഷോറൂമിന്നാ? ഇത് ഷോറൂമിൽ നല്ല ഗൂയ്സിനെടുത്തത്. ഇതിനെ സെക്കൻഡ് ഹാൻഡ് എടുത്താണ്. കണ്ട ടെസ്റ്റിന് പുത്തൻ പുതിയ വണ്ടിയാണ്. അതായത് 2010 മോഡല്, പെയിന്റ് അടിച്ച്. ഇനിയിപ്പോൾ ഒന്ന് വാഷ് ചെയ്യാനുണ്ട്, കുറച്ച് പണിയുണ്ട് ഇതിനകത്ത്. അപ്പം അതും കൂടി ഇങ്ങനെ പെണ്ണിന് വെച്ചിരിക്കണോ? അപ്പോൾ കുറച്ച് പണിയൊക്കെ ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കാൻ ഇനി അതൊക്കെ വാഷ് ചെയ്യുന്ന പേര് അതൊക്കെ വേറെ സെപ്പറേറ്റ് ആയി കിട്ടും. എല്ലാം പുത്തൻ സാധനമാണ് ഗസ്. അപ്പം വണ്ടി എടുത്ത സ്റ്റോറിയാണ് നമ്മളിനി പറയുന്നത് ഗസ്. അതായത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് കരുതുന്ന സംഭവം നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ, അതേ നമ്മൾ പറ്റൂല എന്ന് വിചാരിക്കണ എന്തും നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ഉറപ്പാണ്. കാരണം ഡെയർ ടു ഡ്രീം എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് സത്യമാണ് ഗീസ്. അത് കാർത്തികേട്ടൻ പുള്ളിയായിട്ട് ഉണ്ടാക്കിയതല്ല, അതൊരു റിയൽ സാധനമാണ്. അതാണ് അതിൻ്റെ ഹിറ്റ്. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ടിയൊന്നും എടുക്കാത്തൊരു മനുഷ്യനാണ്. കാരണം എനിക്കൊരു ഫോൺ പോലും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഞാനൊരു വണ്ടി എടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ഫോൺ പോലും, ഒരു 10 രൂപ ഒരു സേവിങ്സ് പോലും ചെയ്യാത്ത ഞാനാണിപ്പോൾ ഈ വണ്ടി എടുത്തത്. അതായത് ഞാൻ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു മറ്റേ പാർട്ട് ടൈം ജോബിക്ക് പോണ കേസൊക്കെ. അപ്പം അങ്ങനെ പോയി ഒരു 6 മാസത്തോളം ഞാൻ പോയി. അപ്പോൾ 5000 വെച്ച് സാലറി 6 മാസത്തോളം പോയപ്പോൾ 30,000 രൂപ കിട്ടി. പിന്നെ ചിട്ടിക്ക് കൂടി അങ്ങനെ എടുത്ത വണ്ടിയാണ് ഗെയ്സ്. അതായത് നിങ്ങൾ വണ്ടി ഇല്ലാത്ത എന്നെപ്പോലെ കുറേ അവന്മാരുണ്ടാവും. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വണ്ടി ഇല്ലാതെ ജീവിക്കുന്ന. വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഓരോ ഒറ്റപ്പെടുത്തി പോലും പിന്നെ ട്രിപ്പിന് പോലൊക്കെ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും കേട്ടോ. പക്ഷേ വണ്ടി എടുക്കാൻ പറ്റും ഗെയ്സ്. നിങ്ങൾക്ക് പണിയെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബിന് സെറ്റാക്കാം. വണ്ടി എടുക്കാൻ പറ്റും. ഇത് ഞാൻ തന്നെ നോക്കുക. കാരണം
ഞാൻ സേവിങ്സ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു 2000-3000 ഒക്കെ വെച്ച് സേവ് ചെയ്തുകൊണ്ടിരുന്നു. ബാക്കി 2000 മൊത്തം ചിലവായിരുന്നു. ചായ കുടിക്കാനും ഓരോ കാര്യത്തിനൊക്കെ ചുമ്മാ ചിലവാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ആ സേവിങ്സ് കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടായി. ഞാനിട്ടത് ഈ കാണണം മുതലെടുത്ത് ഈ കാണണം മുതൽ ചായ കുടിക്കാൻ പോവാം. നീ പേടിക്കില്ല, നമുക്ക് ഇതുകൊണ്ട് ചായ കുടിക്കാൻ പോവാം. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ നോക്കുക. എത്ര വൈകിയാലും നമ്മളത് നേടിയെടുക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കളിയാക്കി നമുക്കിങ്ങനെ ഓവർ കോൺഫിഡൻസ് വരും. ഓക്കെ, അപ്പം ജയ് ഹിന്ദ്, ഡെയർ ടു ഡ്രീം. ഓക്കെ, ഹലോ മൈ ബോയ്സ്, നമ്മളങ്ങനെ വീഡിയോ ഉണ്ടാക്കാൻ പോണേ. അപ്പം ഞാൻ അങ്ങോട്ടൊക്കെ പവർഫുൾ വീഡിയോസ്.